Hello friends, welcome to my YouTube channel. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഡൊമൈനെ കുറിച്ചുള്ളതാണ്. സെക്കൻഡ് ഡൊമൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ വരുന്നത് മാനേജ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് കെയർ. അതിനകത്ത് വരുന്ന ഫസ്റ്റ് കോമ്പറ്റൻസിയാണ് പ്രൊവൈഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ടു അച്ചീവ് ഐഡൻറ്റിഫൈഡ് ഔട്ട്കം. അതിനകത്ത് മെയിനായിട്ട് വരുന്ന എക്സാമ്പിൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് പ്രാക്ടീസ്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് ഓവർലോഡ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഫൊറോസിമൈഡ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻറ്റ് നമ്മൾ ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അതേപോലെ തന്നെ പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ വെച്ചേക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടാബ്ലറ്റ് കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ 2.1 വരുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന വേറൊരു എക്സാമ്പിളാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻ്റർവെൻഷൻസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് മെഡിക്കേഷൻസ് വിത്തിൻ ലീഗൽ പോളിസി ആൻഡ് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. അപ്പോൾ അത് മെയിനായിട്ടും പേഷ്യൻ്റ് നിൽ ബൈ മൗത്ത്, പേഷ്യൻ്റ് സർജറിക്ക് വേണ്ടിയിട്ട് നിൽ ബൈ മൗത്തിലാണ്. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് IV ഫ്ലൂയിഡ് ഡോക്ടർ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ IV ഫ്ലൂയിഡ് കറക്റ്റ് ഡോസ്, റൂട്ട്, ടൈം, ഇൻ്റർവെൽ എല്ലാം നോക്കി നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കോസൈനൊക്കെ മേടിച്ച് നമ്മളത് കറക്റ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അത് കറക്റ്റായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്തു. അങ്ങനെയുള്ള എക്സാമ്പിൾസും 2.1 വരുന്നതാണ്. ഞാനീ പറയുന്നതെല്ലാം ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു കോമ്പിറ്റൻ്റ് RN എങ്ങനെ കോമ്പിറ്റൻസീസ് എല്ലാം എഴുതുന്നു. ഇത് പ്രൊഫഷൻ്റോ എക്സ്പേർട്ടോ ആയിട്ടുള്ള PDRPT ഇതൊരിക്കലും യൂസ് ചെയ്യരുത്. അത് കുറച്ചും കൂടി ക്വാളിറ്റിയിലായിട്ടുള്ള കോമ്പിറ്റൻസീസ് ആണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ ഡൊമൈൻ 2-നകത്ത് വരുന്ന നെക്സ്റ്റ് കോമ്പിറ്റൻസിയാണ് 2.2. അതെന്ന് പറയുന്നത് അണ്ടർടേക്സ് എ കോംപ്രഹെൻസീവ് ആൻഡ് അക്യുറേറ്റ് നഴ്സിംഗ് അസസ്മെൻറ്റ് ഓഫ് പേഷ്യൻസ് ഇൻ എ വെറൈറ്റി ഓഫ് സെറ്റിംഗ്. അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ എഴുതാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കെയർ ഹോമിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പെയിൻ അസസ് ചെയ്യാനായിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ പെയിൻ സ്കെയിൽ. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ പെയിൻ അസസ് ചെയ്തു. ന്യൂമറിക്കൽ പെയിൻ സ്കെയിൽ വെച്ച് 1 to 10 ഇത്രയാണ് പെയിൻ. അത് നമ്മളൊരു അസസ്മെൻറ്റ് ടൂള് യൂസ് ചെയ്യുന്നതിന്. അതുപോലെ പല അസസ്മെൻറ്റുകളുണ്ട്. പെയിൻ അസസ്മെൻ്റ് ഉണ്ട്, വൂണ്ട് അസസ്മെൻ്റ് ഉണ്ട്, ഫോൾ അസസ്മെൻ്റ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു അസസ്മെൻറ്റ് ചെയ്തതാണ് ഇതിനകത്ത് എക്സാമ്പിളായിട്ട് വരുന്നത്. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ആണ് കോമ്പിറ്റൻസ് 2.3. അതെന്ന് പറയുന്നത് എൻഷുർ ഡോക്യുമെൻറ്റേഷൻ ഈസ് അക്യുറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻസ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ. അതിൽ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി, പ്രൈവസി അതൊക്കെ കീപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു നേഴ്സസ് നോട്ട് എഴുതി, പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് എഴുതി, ലെജിബിളായിട്ട് നമ്മൾ ആരാ എഴുതിയെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തു, നെയിം എഴുതി, ലെജിബിളായിട്ടുള്ള സിഗ്നേച്ചർ ഇട്ടു, അത് സേഫായിട്ടൊരു സ്ഥലത്ത് കീപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ കമ്പ്യൂട്ടർ വഴിയാണ് എന്തെങ്കിലും ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ സേഫായിട്ട് അത് ലോഗ് ഔട്ട് ചെയ്യുക. നമ്മൾ പേപ്പർ, അതായത് ക്ലിനിക്കൽ റെക്കോർഡ്സിൽ എഴുതുക ചെയ്യുന്നതെങ്കിൽ അത് സേഫായിട്ട് എഴുതിയതിന് ശേഷം ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഓരോ ഫയലൊക്കെ വെക്കാനുള്ളൊരു സ്പെസിഫിക് പ്ലേസ് ഉണ്ടാവും, നമ്മൾ അവിടെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തു. അതൊക്കെയാണ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ സിമ്പിളായിട്ട് ഒരു ക്യാപ് സ്റ്റുഡൻറ്റിന് എഴുതാവുന്ന എക്സാമ്പിൾ. ഡൊമൈൻ 2 ആണ് കുറച്ചധികം കോമ്പിറ്റൻസീസ് ഉള്ളത്. 9 കോമ്പിറ്റൻസീസ് ഉണ്ട്. ഇനി അടുത്തതാണ് കോമ്പിറ്റൻസി 2.4. 2.4-നകത്ത് മെയിനായിട്ടും വരുന്നത് ഇൻഷുവേഴ്സ് പേഷ്യൻറ്റ് ഹാസ് അഡിക്വേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഇഫക്റ്റ്, കോൺസിക്വൻസസ് ആൻഡ് ഓൾട്ടർനേറ്റീവ്സ് ഓഫ് പ്രപ്പോസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. അതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്ന പേഷ്യൻ്റ് പലപ്പോഴാണെങ്കിൽ പോലും നമുക്കറിയാം പേഷ്യൻ്റ് മെഡിക്കേഷൻസൊക്കെ റിഫ്യൂസ് ചെയ്യാറുണ്ട്. പേഷ്യൻ്റ് റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ റൈറ്റ് ആണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം, എന്തുകൊണ്ടാണ് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്നത്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് കഴിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. ഇപ്പോൾ മെയിൻലി ഹോസ്പിറ്റൽസൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ലാക്സേറ്റീവ്സ് ഒക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻസ് റിഫ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. നിങ്ങൾ ലാക്സേറ്റീവ്സ് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങളിപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ ഒപ്പിയോയിഡ്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ലാക്സേറ്റീവ്സ് കഴിക്കണം. ലാക്സേറ്റീവ്സ് ബവൽ ഓപ്പണിങ്ങിനെ അത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഒപ്പിയോയിഡ്സ് കഴിക്കുമ്പം ലാക്സേറ്റീവ്സ് കഴിച്ചില്ലെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. എന്നാലും ചിലർ കഴിക്കില്ല.
അപ്പോൾ നമുക്ക് അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അതർ മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യാം. ചിലപ്പോൾ കിവി ക്രഷ് കൊടുക്കാം, റിച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം, അതേപോലെ തന്നെ മൊബിലിറ്റി എൻകറേജ് ചെയ്യാം, ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക്, അതായത് നമുക്കൊരു ഔട്ട്കം കിട്ടുക എന്ന് പറഞ്ഞത് പേഷ്യൻറ്റിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണോ ലാക്സേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്ത് അതിനുള്ള ഔട്ട്കം, ഈവൻ പേഷ്യൻ്റ് ലാക്സേറ്റീവ്സ് റിഫ്യൂസ് ചെയ്താലും വേറെ ഓൾട്ടർനേറ്റീവ് മെഷേഴ്സിലൂടെ പേഷ്യൻ്റ് അത് എഗ്രി ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് ഓക്കെ പറയാം. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ മാക്സിമം ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ടും പേഷ്യൻ്റ് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെയുള്ള എക്സാമ്പിൾസാണ് മെയിനായിട്ടും 2.4 വരുന്നത്. നെക്സ്റ്റ് കോമ്പിറ്റൻസിയാണ് 2.5. 2.5 എന്ന് പറയുന്നത് ആക്ട് അപ്രോപ്രിയേറ്റ്ലി ടു പ്രൊട്ടക്ട് വൺ സെൽഫ് ആൻഡ് അതേഴ്സ് വെൻ ഫേസ് വിത്ത് അൺഎക്സ്പെക്റ്റഡ് പേഷ്യൻ്റ് റെസ്പോൺസസ്, കൺഫ്രണ്ടേഷൻസ്, പേഴ്സണൽ ത്രെറ്റ് ഓർ അതർ ക്രൈസിസ് സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ ഒരു ക്യാപ് സ്റ്റുഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം നമുക്ക് വലിയ എമർജൻസി സിറ്റുവേഷനിലൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ട്, ഈവൻ എന്തെങ്കിലും കാർഡിയാക് അറസ്റ്റ്, അപ്പോൾ അതെങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടുത്തെ കോൾ ബെൽ സിസ്റ്റം, അതേപോലെ തന്നെ കോഡ് ബ്ലാക്ക്, അത് തന്നെ എങ്ങനെയാണ് എമർജൻസി കോൾ ബെല്ലൊക്കെ അറ്റൻഡ് ചെയ്യണത്. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ഡിഫറെൻറ്റ് കളറിലുള്ള ബെല്ലുണ്ട്. എമർജൻസി ബെല്ലാണെങ്കിൽ റെഡ് കളറ്, യെല്ലോ കളറാണെങ്കിൽ സ്റ്റാഫ് അസിസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ആ ബെല്ല് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു സീനിയർ നേഴ്സിനോട് ചോദിച്ച് പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു സീനിയർ നേഴ്സിൻ്റെ റോളിലോ ഒരു RN-ൻ്റെ റോളിലോ ആക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം പറഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻ്റാണ്. അപ്പം നിങ്ങൾ അവിടെ കണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ അവരത് മാനേജ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ എമർജൻസി കോൾ ബെൽ സിസ്റ്റം, അതൊക്കെ മനസ്സിലാക്കി അത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത കോമ്പിറ്റൻസിയാണ് കോമ്പിറ്റൻസി 2.6. അതിനകത്ത് വരുന്നതാണ് ഇവാലുവേറ്റ് പേഷ്യൻ്റ് പ്രോഗ്രസ് ടുവേർഡ്സ് എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ക്ലയൻറ്റ്. അതിനകത്ത് വരുന്നത് MDT മീറ്റിംഗ്സ്, ഫാമിലി മീറ്റിംഗ്സ്. ഇപ്പം MDT മൾട്ടി ഡിസിപ്ലിനറി, അതിനകത്ത് OT വരും, PT വരും, അതായത് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യൻ, സോഷ്യൽ വർക്കർ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ കെയറിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ നേഴ്സ് ഒരു ഡയറ്റീഷ്യന് റെഫറൽ കൊടുക്കുന്നത്, എന്തിൻ്റെ ബേസിസിലാണ്, അതേപോലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അവരുടെയൊക്കെ റോൾ എന്താണ്, അവരെങ്ങനെയാണ് പേഷ്യൻ്റ് കെയറിനകത്ത് മീൻസ് പേഷ്യൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്ചാർജിൻ്റെ ടൈമിലാണെങ്കിൽ ഹോം ഹെൽപ്പിന് വേണ്ടിയിട്ട് സോഷ്യൽ വർക്കിന് അല്ലെങ്കിൽ ഹോം കെയർ ടീമിനെയൊക്കെ റെഫർ ചെയ്യുന്നതും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നതും അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, പോളിസീസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു നേഴ്സിനോട് ചോദിച്ച് പഠിച്ചു. അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് സമയത്ത് ഒരു നേഴ്സ് ചെയ്ത കാര്യങ്ങൾ ഞാനത് നോക്കി പഠിച്ചു, അതിൻ്റെ കൂടെ ഞാൻ ഇൻവോൾവ് ആയി എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ ഒരു ക്യാപ് സ്റ്റുഡൻറ്റിന് എഴുതാൻ പറ്റുള്ളൂ. അത് അതിനകത്ത് വരുന്ന ഒരു എക്സാമ്പിളാണ്. അതേപോലെ MDT മീറ്റിംഗ്സ് മാത്രമല്ല, ഫാമിലി മീറ്റിംഗ്സ് അല്ലെങ്കിൽ ഫാമിലി വയലൻസ് മീറ്റിംഗ്സ്, അതൊക്കെ ഇതിനകത്ത് വരുന്നത് എക്സാമ്പിൾസാണ്. നെക്സ്റ്റ് കോമ്പിറ്റൻസിയാണ് കോമ്പിറ്റൻസി 2.7. ഇത് പ്രൊവൈഡ്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്രോപ്രിയേറ്റ് ടു ദ നീഡ്സ് ഓഫ് ദ പേഷ്യൻറ്റ് വിത്തിൻ ദ നഴ്സിംഗ് ഫ്രെയിംവർക്ക്. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ റെസ്റ്റ് ഹോമിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, ഡയറ്റോ എക്സസൈസോ മെഡിക്കേഷൻ റെജിം, എന്തിനെക്കുറിച്ചാണെങ്കിലും ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പം നിങ്ങളത് ചെയ്ത കാര്യം, ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് ഓവർലോഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് ഓവർലോഡുള്ള പേഷ്യൻറ്റിനോട് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനെ കുറിച്ചും അതേപോലെ തന്നെ ഫ്ലൂയിഡ് ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാത്തെക്കുറിച്ചും ഒരു അവയർനെസ് കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേക്കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് ഹെൽത്ത് എഡ്യൂക്കേഷനാണ് മെയിനായിട്ടും ഈ കോമ്പിറ്റൻസിയിൽ വരുന്നത്. അതേപോലെ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ മാത്രമല്ല, നമുക്ക് ഫാമിലിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം. ഡിസ്ചാർജ് കെയർ പ്ലാനിങ്ങിനെ കുറിച്ച്, ഇപ്പോൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻറ്റിന് ഡിസ്ചാർജ് സമ്മറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഡിസ്ചാർജ് പ്ലാന്, അഡ്വൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫാമിലിക്കും പേഷ്യൻറ്റിനും നമുക്ക് കൊടുക്കാം. അടുത്തതാണ് 2.8. 2.8 എന്ന് പറയുന്നത് റിഫ്ലെക്ട്സ് അപ്പോൺ ആൻഡ് ഇവാലുവേറ്റ് ദ പിയേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് നഴ്സസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് നഴ്സിംഗ് കെയർ. അതിനകത്ത് മെയിനായിട്ടും വരുന്നത് ഓഡിറ്റുകളൊക്കെയാണ്. ഇപ്പം നമ്മൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലോ ഹോസ്പിറ്റലിലോ എന്തെങ്കിലും ഓഡിറ്റുകൾ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തത്, പ്രഷർ ഇഞ്ചുറി ഓഡിറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ വാർഡ് മീറ്റിങ്ങുകളുണ്ടാവാം. അതിനകത്തൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് എന്തൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് വാർഡ് മീറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ്
അതിലൂടെ അവർ ചർച്ച ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കെയർ ഹോം, ഇപ്പോൾ റെസ്റ്റ് ഹോമിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഒക്കെ സ്റ്റുഡൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷനോ പേഷ്യൻ്റ് കെയറോ എന്താണെങ്കിൽ പോലും നമുക്കൊരു സീനിയർ നഴ്സിനോട് അതേപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാനും അവർ തരുന്ന അഡ്വൈസുകളൊക്കെ സ്വീകരിക്കാനും അതൊക്കെ ഈ 2.8 വരുന്നതാണ്. റിഫ്ലക്ഷൻ, ഡീബ്രീഫിംഗ്, ഓഡിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ 2.8. 2.9 മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ലേണിംഗ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ നിങ്ങൾ ഇപ്പോൾ ക്യാപ്പിന് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് മാൻഡേറ്ററി ആയിട്ടുള്ള ലേണിംഗ് കോഴ്സുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൽ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ഇയർലി APC റിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം APC റിന്യൂ ചെയ്യണമെങ്കിൽ ഇത്ര അവേഴ്സ് CNE അത് നമുക്ക് മാൻഡേറ്ററി ആണ്. അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് അവെയർനെസ് ഒരു സീനിയർ നഴ്സിൽ നിന്ന് കിട്ടി. ഞാൻ അതേക്കുറിച്ച് അവെയറാണ്. ഇയർലി പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ ഇയർലി ലേണിംഗ് അവേഴ്സും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്കില്ലോ നോളജോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും വെബിനാർസ് അറ്റൻഡ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ എൻ്റെ സീനിയർ നഴ്സിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്, എൻ്റെ ട്യൂട്ടറിൽ നിന്ന് ഞാൻ കൂടുതലായിട്ട് പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ക്യാപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ PDRP ചെയ്യാനോ ഇതും അങ്ങനെ കൂടുതൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഇപ്പോഴത്തെ ഒരു ക്യാപ്പ് സ്റ്റുഡൻറ്റിന് പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. നിങ്ങൾ ഈ ലേണിംഗ് കോഴ്സിനെ കുറിച്ചും ക്യാപ്പ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ലേൺ കോഴ്സുകളുണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അപ് ടു ഡേറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് എവിഡൻസ് കൊടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എഴുതാവുന്നതാണ് ബെസ്റ്റ് പ്രാക്ടീസ്, നോളജ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അതിനകത്ത് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും എക്യുപ്മെൻറ്റ് പഠിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂ സിസ്റ്റം, ഈവൻ ഓൺലൈൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ക്ലിനിക്കൽ റെക്കോർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് റെസ്റ്റ് ഹോമിൽ മെഡിമാപ്പ് അങ്ങനെ പറയുന്ന ഹോസ്പിറ്റലിലെ മെഡ് ചാർട്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ ലേൺ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളും ഈ 2.9 എക്സാമ്പിളായിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡൊമൈൻ 2 കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഡൊമൈൻ 2 വീഡിയോ ഇട്ടത്. കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ റിയലി സോറി ഫോർ ദ ഡിലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലോട്ട് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.